വി എസ് അച്യുതാനന്ദൻ ജനങ്ങളുടെ നായകനായി ജീവിച്ച എക്കാലത്തെയും പോരാളി. ഇത് കേരള രാഷ്ട്രീയത്തിലെ ഒരു അത്ഭുതകഥയാണ്. പക്ഷേ ഇതൊരു കഥ മാത്രമല്ല. ഒരുപാട് കലാപങ്ങൾ, പോരാട്ടങ്ങൾ, ജയങ്ങളും തോൽവികളും, അതിലൊന്നും തളരാതെ ഉറച്ച മനസ്സോടെ മുന്നോട്ട് നീങ്ങിയ വ്യക്തിത്വം. സഖാവ് വി എസ് അച്യുതാനന്ദൻ. വി എസ് അച്യുതാനന്ദൻ എന്ന ജനകീയ പോരാളിയുടെ കഥ. ജന്മവും ബാല്യവും. 1919 ആലപ്പുഴ ജില്ലയിലെ പുന്നപ്രയിലായിരുന്നു വി എസ് അച്യുതാനന്ദന്റെ ജനനം. 11ാമത്തെ വയസ്സിൽ അമ്മയെ നഷ്ടപ്പെട്ടു. പിന്നെ സ്കൂളും വിദ്യാഭ്യാസവും എല്ലാം ഒറ്റനിമിഷം കൊണ്ട് നിലച്ചു. കുട്ടിക്കാലത്ത് തന്നെ അച്ചടിയാലയത്തിൽ ജോലി ചെയ്തു തുടങ്ങി. തികച്ചും സാധാരണ ജീവിതം ആയിരുന്നു. പക്ഷേ മനസ്സിൻ ഉള്ളിൽ ഒരു അസാധാരണ സ്വപ്നം അന്നേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അങ്ങനെ പുന്നപ്ര മുതൽ തിരുവനന്തപുരം വരെ എത്തി. ആരാലും തകർക്കാനാവാത്ത ഒരു പോരാളിയുടെ ഉയർച്ച ആയിരുന്നു അത്. രാഷ്ട്രീയ പ്രവേശനം. 1940കളിൽ അച്ചടിയാലയത്തിലെ ജോലിക്കാരെ ഒരുമിച്ചു കൂട്ടി തൊഴിലാളി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകി. അതോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ കേരള ചരിത്രത്തിലെ വിപ്ലവ ജീവിതത്തിന് തുടക്കമായത്. CPI കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ആദ്യകാല പ്രവർത്തകരിൽ ഒരാൾ. പിറവം, പാലക്കാട്, കോഴിക്കോട് എവിടെയും പോരാട്ടങ്ങൾ. പോലീസ് പിടിയിലായി, ഒളിവിൽ പോയി. എന്നാൽ അച്യുതാനന്ദൻ എന്ന വിപ്ലവ നേതാവ് ഇതുകൊണ്ടൊന്നും ഇല്ലാതായില്ല. CPIM രൂപീകരണവും വിജയം. 1964 CPI പാർട്ടി രണ്ടായി പിളർന്നു. അന്നു വി എസ് CPIM പക്ഷത്തേക്കാണ് പോയത്. എന്നാൽ അതൊന്നും അത്ര ചെറിയ തീരുമാനങ്ങൾ ആയിരുന്നില്ല. അടിയന്തരാവസ്ഥ കാലത്ത് അദ്ദേഹം കുറെ കാലം ജയിൽ വാസം അനുഭവിച്ചു. മനുഷ്യാവകാശങ്ങൾ മുഴുവൻ തച്ചുടക്കപ്പെട്ടപ്പോഴും അദ്ദേഹം സ്വന്തം നിലപാടിൽ നിന്ന് പിന്നോട്ടു പോയില്ല. ജനങ്ങൾക്ക് ഇടയിൽ നിന്ന് വളർന്ന ഒരാൾ. പൊതുജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന നേതാവ്. അതാണ് വി എസ്. മുഖ്യമന്ത്രിയായ ശേഷം 2006 ഇടതുപക്ഷം അത്ഭുതകരമായി വിജയിച്ചു. 87 വയസ്സിൽ മുഖ്യമന്ത്രി പദം ഏറ്റെടുത്ത് കേരളത്തെ വിസ്മയിപ്പിച്ചു. കഴിഞ്ഞ കാലത്തെ ഒരു പഴങ്കഥ പോലെയായിരുന്നില്ല ഈ കാഴ്ച. കേരള ചരിത്രത്തിലെ ഏറ്റവും പ്രായം ചെന്ന മുഖ്യമന്ത്രിയായി അന്ന് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തു. അധികാരത്തിലിരിക്കുമ്പോഴും ആരെയും പേടിക്കാതെയായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണശൈലി. മൂന്നാർ ഭൂമിയൊഴിപ്പിക്കൽ അതിനൊരു ഉദാഹരണം ആണ്. പാമ്പിനെ പിടിക്കുമ്പോൾ തലയ്ക്ക് തന്നെ പിടിക്കണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായം. വി എസ് തികച്ചും അഴിമതി വിരുദ്ധനായ നേതാവും എല്ലാ കാലത്തും അത് വെച്ച് പുലർത്തി പോന്ന വ്യക്തി കൂടിയായിരുന്നു. മറുനാടൻ പത്രങ്ങളിലും ദേശീയ മാധ്യമങ്ങളിൽ പോലും അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നത് ദി ലാസ്റ്റ് കമ്മ്യൂണിസ്റ്റ് എന്നായിരുന്നു. വിവാദങ്ങളും തർക്കങ്ങളും. അദ്ദേഹത്തിന്റെ പാർട്ടി പ്രവർത്തനത്തിന്റെ അവസാന വർഷങ്ങളിൽ പാർട്ടിക്കുള്ളിൽ തന്നെ പോരാട്ടം വീണ്ടും ശക്തമായി. പിണറായി വിജയനും വി എസും തമ്മിലുള്ള അകലം വളരെ വേദനയോടെ ആണ് അന്ന് കേരളം കണ്ടുനിന്നത്. എന്നാൽ എല്ലാത്തിനും ഉപരി വി എസ് എന്ന നേതാവ്, അദ്ദേഹത്തിന്റെ സ്വഭാവം, തനിക്ക് ശരി എന്ന് തോന്നുന്നത് എല്ലാം വെട്ടി തുറന്നു പറയുക, അതിനു വേണ്ടതായ ശരിയായ നിലപാടുകൾ കൈക്കൊള്ളുക എന്നതായിരുന്നു. കള്ളം പറഞ്ഞും ചെയ്തും രാഷ്ട്രീയത്തിൽ വളരാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല. ഇതിന്റെ ഫലമായി തന്നെ കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തെ വിട്ടുകളയാൻ താൽപ്പര്യപ്പെട്ടിരുന്നില്ല. ഒരിക്കൽ വി എസ് ഒരു പ്രചാരണത്തിൽ പറഞ്ഞിരുന്നു, "ഞാൻ പോവുന്നില്ല, നിങ്ങളെ വിട്ടുപോകുന്നില്ല." കേട്ടുനിന്ന പലരുടെയും കണ്ണുകൾ ഈറനണിഞ്ഞ വാക്കുകൾ ആയിരുന്നു അത്. വിടപറയലുകൾ, പാഠങ്ങൾ. 2016 അദ്ദേഹത്തിന് വീണ്ടും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാർട്ടി അനുവാദം നൽകിയില്ല. അതോടെ രാഷ്ട്രീയ ജീവിതത്തിൽ നിന്നും ഒഫീഷ്യൽ ആയി അദ്ദേഹം വിട പറഞ്ഞു. പക്ഷേ നമ്മുടെ മനസ്സിൽ നിന്നോ മനോവിസ്മൃതിയിലേക്കോ അദ്ദേഹം പോയില്ല. ഒരു സമ്പൂർണ്ണ ജീവിതം, ഒരു തികഞ്ഞ പോരാളിയുടെ പാത. വി എസിന്റെ ഈ വ്യക്തി ജീവിതം സത്യത്തിന്റെയും നീതിയുടെയും പാതയിൽ നെഞ്ചുവിരിച്ചു നടക്കാൻ ഓരോ മലയാളിയെയും പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. വി എസ് അച്യുതാനന്ദൻ ഒരു രാഷ്ട്രീയ നേതാവ് മാത്രം ആയിരുന്നില്ല. ഹി വാസ് എ ഫിലോസഫി ആൻഡ് ഹി വാസ് എ മൂവ്മെന്റ്. കേരളം ഇന്നും അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുന്നതും ഒറ്റവാക്കിലാണ്, നമ്മുടെ വി എസ്. പ്രിയ സഖാവിനു കണ്ണീരിൽ കുതിർന്ന ആദരാഞ്ജലികൾ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താഴെ കമന്റിൽ നിങ്ങൾക്ക് വി എസ് അച്യുതാനന്ദനെക്കുറിച്ച് ഉള്ള ഓർമ്മകൾ പങ്കുവെക്കാം. നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോയുമായി. സ്നേഹത്തോടെ, നന്ദി.